ആണ് പോകുന്നത് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി. നമുക്ക് എന്തായാലും ഇത് വിടാൻ പോവാണ്. സ്വിച്ച് ഓൺ ആക്കി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരു കാറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതാണ് ഒരു ദിശയില്ലാണ്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക പോയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ആയ വാട്ടർ ഡിസ്പെൻസർ. അപ്പോൾ നമ്മൾ വാട്ടർ ഡിസ്പെൻസർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് ഒരു പാത്രം വേണം, പിന്നെ കുറച്ച് ചട്ടപ്പെട്ടികളാണ് വേണ്ടത്, കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെയുള്ള ഒരേ സൈസിലുള്ള 2 നീളത്തിലുള്ള ചട്ടപ്പെട്ടി വേണം. പിന്നെ ഇങ്ങനത്തെ 2 കഷ്ണം, പിന്നെ ഇങ്ങനത്തെ ഇത് രണ്ടും ഒരേ അളവായിരിക്കണം. പിന്നെ ഇത് എന്തിനാ ഈ കുപ്പിക്ക് ഉള്ള അളവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എടുത്തിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഇങ്ങനെ ഫിക്സ് ചെയ്യാണ് വേണ്ടത്. പിന്നെ അപ്പോൾ നമുക്ക് ഗ്ലൂഗണ്ണ് ചൂടാൻ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണം ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഗ്ലൂഗൺ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ആദ്യത്തെ പീസിന് വേണ്ടിയുള്ള ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഇച്ചിരി തേച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിതാ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് മറ്റേതും കൂടി ഫിക്സ് ചെയ്യാം. ഇത് ആദ്യം കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതും കൂടെ വെച്ചുകൊടുത്തതിന് ശേഷം ചെയ്ത് കൊടുക്കാം. ഇതും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മളിതാ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട ഒരു സ്റ്റാൻഡ് പോലെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്തു. പാത്രം നമ്മളിതാ ഇവിടെ അതിന് മുന്നേ നമുക്കൊരു ഹോൾ ഇടണം. നമ്മളിവിടെ ഒരു ഹോൾ ഇടാൻ പോവാണ്. ഹോൾ ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഈ കുപ്പിയിൽ ഉണ്ടാകുന്ന പരിപാടികളാണ്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോൾ ഇട്ടിട്ട് ഒരു പഴയ സ്കെച്ച് പെന്നിൻ്റെ സാധനം കയറ്റി വെച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അടിയിൽ പൊട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ച് നമ്മളിതാ ഈ മൂടി ഇടുന്ന സമയത്ത് വെള്ളം വരുന്നില്ല പുറത്ത്. ഇത് നമ്മളിതാ ഞാനിവിടെ ചെറിയ പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വെള്ളം വരുന്നില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ഒന്ന് ഈ മൂടി തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഈ ഒരു ടെക്നോളജി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം 7ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം എന്തായാലും ഒഴിവാക്കാം. വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇനി നമ്മളിതാ ഇവിടെ ഹോൾ ഇട്ടെടുത്ത് സ്കെച്ച് മുന്നിലേക്ക് കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് ഇനി നമുക്കിതാ ഇത് നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഈ മൂടിയുടെ അളവിൽ എണ്ണ മാറ്റി വെച്ചാൽ ഈ ചട്ടപ്പെട്ടി മൂടി കാർഡ്ബോർഡ് ഷീറ്റ് മൂടി വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്കത് വെട്ടിയെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാൻ പോവുകയാണ്. ബാക്കി വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു വെക്കാൻ പോവുകയാണ്. ഈ സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ സൈഡും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതും കൂടി ഒട്ടിച്ച് വെച്ചു. നമ്മളിതാ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ഉള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ സൈഡ് ഇതാ കുത്തി കാണാത്ത വിധത്തിൽ നമുക്ക് ഇതാ ഇതിങ്ങനെ മറച്ച് വെക്കണം. ഇതാ ഇങ്ങനെ മറച്ച് വെക്കാം. അപ്പോൾ ആ പീസിനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാം. കട്ട് ചെയ്തെടുത്തു. നമ്മളിതാ ഇതിവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ ഇച്ചിരി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് താഴെ പോയത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന പീസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിതാ ഇതും സംഭവം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഈ ബാക്ക് ഭാഗവും കൂടി നമ്മൾ കവർ ചെയ്താൽ നമ്മളെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. നമ്മളെ വാട്ടർ ഡിസ്പെൻസർ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പൊട്ടി പിടിക്കാം. വെള്ളം ഒഴിച്ചെടുക്കാം. ഫുള്ള് വെള്ളം ഒഴിച്ചെടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതാ മൂടിയിടാൻ പോവാണ്. അപ്പൊ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചെടുക്കാൻ പോവാണ്. നോക്കിയേ, അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. സംഭവം പൊളിച്ചിട്ടുണ്ട്. നമ്മളിതാ ഈ അടപ്പൊന്ന് ടൈറ്റ് ചെയ്താൽ വെള്ളം നിൽക്കും. നമ്മൾ ചെയ്ത വാട്ടർ ഡിസ്പെൻസർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ സമയം നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.